യുഎഇയിൽ പണമയക്കൽ വിപണിയിൽ ഫിൻടെക് കമ്പനികൾ ഉപഭോക്താക്കൾക്കായി മികച്ച ആനുകൂല്യങ്ങൾ ഓഫറുകൾ നൽകുന്നുണ്ട്. ഇത് പരമ്പരാഗത പണമയക്കൽ കമ്പനികൾക്ക് വലിയ വെല്ലുവിളിയാകുന്നുണ്ട്. ഉപഭോക്താക്കളുടെ മുൻഗണനകൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ പണമയക്കലിലേക്ക് മാറുന്നത് കാരണം പരമ്പരാഗത സേവനദാതാക്കളും ഫീസ് കുറയ്ക്കൽ ഒരുങ്ങുകയാണെന്നാണ് സൂചന. ആളുകൾ ചെലവ് കുറഞ്ഞ പണമയക്കൽ രീതികളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. രാജ്യത്തെ പണമയക്കൽ വിപണിയിൽ കമ്പനികൾ തമ്മിൽ വലിയ മത്സരങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് പുതിയ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഉപഭോക്താക്കൾ ചെലവ് കുറഞ്ഞ രീതികൾ അന്വേഷിക്കുന്നതാണ് ഈ മത്സരത്തിലേക്ക് നയിക്കുന്നത്. കരീം പേ, ബോട്ടീം പോലെയുള്ള ഫിൻടെക് കമ്പനികൾ പുതിയ ഓഫറുകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. പല കമ്പനികളും ദീർഘകാലത്തേക്ക് പണം അയക്കുന്നതിന് 0% ഫീസ് പോലെയുള്ള വമ്പൻ ഓഫറുകളാണ് നൽകുന്നത്. പരമ്പരാഗതമായി ഉപഭോക്താക്കൾക്ക് പണം അയക്കുന്നതിനുള്ള സേവനം വാഗ്ദാനം ചെയ്യുന്ന വലിയ വെല്ലുവിളി ഇതിൽ ഉയർത്തുന്നുണ്ട്. ഉപഭോക്താക്കളുടെ മുൻഗണനകൾ മാറിയതോടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴിയുള്ള പണമയക്കൽ വർദ്ധിച്ചു വരികയാണ്. കരീം പ്ലസ് അംഗങ്ങൾക്ക് ഫീസില്ലാതെ അന്താരാഷ്ട്ര പണമയക്കൽ സേവനം കരീം പേ അവസരം നൽകുന്നു എന്നാണ് കമ്പനി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് എൽ സാദി പറയുന്നത്. പരമ്പരാഗത പണമയക്കൽ സേവനദാതാക്കൾ ഓരോ ഇടപാടിനും ഉയർന്ന ഫീസ് ഈടാക്കുന്നുണ്ടെന്നും കരീം പ്ലസ് അംഗങ്ങൾക്ക് നിശ്ചിത ഫീസ് ഒഴിവാക്കുകയും പ്രത്യേക എക്സ്ചേഞ്ച് നിരക്കുകൾ ഓഫർ ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കമ്പനി വ്യക്തമാക്കുന്നതനുസരിച്ച് കരീം പ്ലസ് അംഗങ്ങൾക്ക് പ്രതിമാസം ശരാശരി 300 ദിർഹം ലാഭിക്കാൻ കഴിയും. പുതിയ അന്താരാഷ്ട്ര പണമയക്കൽ ആനുകൂല്യം ഉപയോഗിച്ചാൽ കൂടുതൽ പണം ലാഭിക്കാനാകും. ബോട്ടിം, ഇ&മണി, കരീം പേ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ യുഎഇയിലെ പണമയക്കൽ രീതികളെ പുനർനിർവചിക്കുകയാണെന്ന് ഒരു പ്രമുഖ എക്സ്ചേഞ്ച് കമ്പനിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഗൾഫ് ന്യൂസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. പരമ്പരാഗത സേവനദാതാക്കൾ ഈ വെല്ലുവിളികളെ നേരിടാൻ അതിവേഗം പ്രതികരിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുഎഇയിലെ ഉപഭോക്താക്കൾ പണം ലാഭിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഡോളറിനെതിരെ അവരുടെ നാട്ടിലെ കറൻസികളുടെ മൂല്യം ഇടിയുന്നത് മുതലെടുക്കാൻ അവർ ശ്രമിക്കുന്നു. നിരക്കില്ലാതെയോ കുറഞ്ഞ നിരക്കിലോ പണം അയക്കാനുള്ള ഓഫറുകൾ നേടാനായി അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അടുത്തിടെ യുഎഇയിലെ അൽ അൻസാരി എക്സ്ചേഞ്ച് സെൻഡ് നൗ പേ ലേറ്റർ ഓപ്ഷനും സാലറി അഡ്വാൻസ്ഡ് സൗകര്യവും അവതരിപ്പിച്ചത് വലിയ ചർച്ചയായിരുന്നു. മറ്റ് പ്രമുഖ എക്സ്ചേഞ്ച് കമ്പനികളും സമാനമായ ഓഫറുകൾ അവതരിപ്പിക്കുന്ന കാര്യം പരിഗണിക്കുന്നുണ്ട്. പ്രമുഖ ഡിജിറ്റൽ കമ്പനികൾ നിരക്കില്ലാതെയോ അല്ലെങ്കിൽ കുറഞ്ഞ നിരക്കിലോ സേവനങ്ങൾ നൽകുമ്പോൾ പരമ്പരാഗത എക്സ്ചേഞ്ച് കമ്പനികൾക്ക് അത് അവഗണിക്കാനാവില്ല. 2-3 വർഷത്തിനുള്ളിൽ യുഎഇയിൽ നിന്നുള്ള പണമയക്കലിന്റെ വലിയൊരു ഭാഗം ഡിജിറ്റൽ ചാനലുകൾ വഴിയായിരിക്കും. കരീം പേ പുതിയ ഉപയോക്താക്കൾക്ക് ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കും ഗൂഗിൾ നിരക്കിനേക്കാൾ മികച്ച നിരക്കിൽ പണം അയക്കാൻ അനുവദിക്കുന്നുണ്ട്. യുഎഇയിൽ നിന്ന് ഇന്ത്യ, പാകിസ്ഥാൻ, ഫിലിപ്പീൻസ്, UK, യൂറോപ്പ്, ലെബനാൻ എന്നിവിടങ്ങളിലേക്കാണ് കരീം പേ വഴി പണം അയക്കാൻ ഇപ്പോൾ കഴിയുന്നത്. ഉടൻ തന്നെ കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഈ സേവനം ലഭ്യമാക്കുമെന്നും കമ്പനി വ്യക്തമാക്കുന്നു. ഉപഭോക്താക്കൾക്ക് പ്രതിമാസം പരമാവധി 4.5 ലക്ഷം ദിർഹം വരെ കരീം പേ ഉപയോഗിച്ച് അയക്കാനാകും. ഓരോ ഇടപാടിലും 1.5 ലക്ഷം ദിർഹവും വരെയും അയക്കാം. മിനിറ്റുകൾക്കുള്ളിൽ പണമയക്കൽ പൂർത്തിയാവുകയും ചെയ്യും. 2024 ഏറ്റവും വേഗതയേറിയ പണമയക്കൽ വെറും 11 സെക്കൻഡിനുള്ളിലാണ് പൂർത്തിയായത്. പുതിയ വിസ റിപ്പോർട്ട് അനുസരിച്ച് യുഎഇയിലെ താമസക്കാർ പണം വിദേശത്തേക്ക് അയക്കുമ്പോൾ പരമ്പരാഗത എക്സ്ചേഞ്ച് സേവനങ്ങൾ ഉപയോഗിക്കുന്നത് കുറഞ്ഞു വരികയാണ്. കോവിഡ് കാലത്താണ് ഡിജിറ്റൽ പണമയക്കലിലേക്ക് ആളുകൾ കൂടുതലായും മാറാൻ തുടങ്ങിയത്. കഴിഞ്ഞ വർഷം എക്സ്ചേഞ്ച് കമ്പനികൾ ശാഖകൾ വഴിയുള്ള ഇടപാടുകൾക്ക് 15% ഫീസ് വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഈ നീക്കം ആളുകളെ കുറഞ്ഞതോ അല്ലെങ്കിൽ നിരക്കില്ലാത്തതോ ആയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചുവെന്നാണ് ഒരു കമ്പനി എക്സ്ചേഞ്ചിലെ ഉദ്യോഗസ്ഥർ പറയുന്നത്. പണം അയക്കുന്നതിനുള്ള ഫീസ് കുറയ്ക്കണമെന്നാണ് ഉപഭോക്താക്കൾ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.